ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് 3.2 ആണ് നമ്മൾ ഡീൽ ചെയ്തത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 13 വരെയായിരുന്നു ചെയ്ത് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. അതിന് 2 പാർട്സ് ഉണ്ട് ആൻഡ് ഇതൊരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർട്ട് 1 നമുക്ക് നോക്കാം. പാർട്ട് 1-ൽ 5 - 1 6 7 ഇൻറ്റു 2 1 3 4 എന്ന് പറയുന്ന മെട്രിക്സ് ഇസ് നോട്ട് ഈക്വൽ ടു, അത് തിരിച്ചിടുന്ന ഇതിന് ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് AB ഈക്വൽ ടു BA എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാര്യം എല്ലാ കേസിലും ഒരു AB എന്ന് പറയുന്നൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ A ഇൻറ്റു B ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കില്ല B ഇൻറ്റു A ചെയ്യുമ്പോൾ കിട്ടുക. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ഈ 2 ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് നോക്കാം. സോ ഞാനതിവിടെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ദിസ് ഇസ് അവർ LHS. ഇതാണ് നമ്മുടെ LHS, ഇതാണ് നമ്മുടെ RHS. സോ ഞാൻ ആദ്യം ആ LHS ഈ 2 മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ നോക്കിക്കേ, 5 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു 3, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. 5 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു 3. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 4. 5 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 4. അപ്പോൾ നമ്മൾ 2 കോളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 2 കോളവും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത റോയിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യും. അപ്പോൾ 6 ഇൻറ്റു 2 പ്ലസ് 7 ഇൻറ്റു 3, അതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ആ കോളം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കോളം ചൂസ് ചെയ്യും. അപ്പോൾ എന്താ വരുന്നത്? 6 ഇൻറ്റു 1 പ്ലസ് 7 ഇൻറ്റു 4. 6 ഇൻറ്റു 1 പ്ലസ് 7 ഇൻറ്റു 4. അപ്പോൾ 5 ഇൻറ്റു 2 ഇസ് 10 plus -3. 10 plus -3 is 7. The 5 into 1 plus -1 into 4, which is equal to what? 1. Then 6 into 2, 12. 12 plus 7 into 3, 21. 12 plus 21 is 33. And അതുപോലെ തന്നെ 6 into 1 plus 7 into 4, 6 plus 28, it is 34. അപ്പോൾ നമുക്ക് LHS ഇതാണ് കിട്ടുന്നത്. സിമിലർലി ഈ RHS, ഈ 2 മെട്രിക്സസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 1 എന്ന് പറയുന്ന റോയും 5 6 എന്ന് പറയുന്ന കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു 5 ഇസ് 10 പ്ലസ് 1 ഇൻറ്റു 6 ഇസ് 12 അല്ലേ? 10 പ്ലസ് 12, 1 ഇൻറ്റു 6 ഇസ് 6 ആണ്, സോറി. 2 ഇൻറ്റു 5 10 പ്ലസ് 6, 10 പ്ലസ് 6, അതാണ് ഇവിടെ 16 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ദിസ് റോ ഇൻറ്റു ദിസ് കോളം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 7. 2 ഇൻറ്റു -1 ഇസ് -2 പ്ലസ് 7. -2 പ്ലസ് 7 ഇസ് വാട്ട്? 5. ഓക്കെ, അപ്പോൾ ആ 2 കോളവും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത റോയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ എന്താ വരിക? 3 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 6. 3 ഇൻറ്റു 5 ഇസ് 15 പ്ലസ് 6 ഇൻറ്റു 4 ഇസ് 24. അപ്പോൾ 15 പ്ലസ് 24 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 39. ഇനി ദിസ് റോ ഇൻറ്റു ദിസ് കോളം. അപ്പോൾ എന്താ വരിക? 3 ഇൻറ്റു -1 ഇസ് -3. ദെൻ 4 ഇൻറ്റു 7 ഇസ് 28. 28 പ്ലസ് -3, ഇറ്റ് ഇസ് 25. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ 2 മെട്രിക്സസ് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് LHS ഇസ് നോട്ട് ഈക്വൽ ടു RHS. അതായത് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് ഈ എക്സാമ്പിളിലൂടെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു പാർട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ, നമുക്കത് നോക്കാം. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട്. ഇത് തന്നെയാണ്. 2 മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് A ആണ്, ഇത് B ആണ്. AB നോട്ട് ഈക്വൽ ടു BA എന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് LHS നോക്കാം. ഈ റോയും ഈ കോളവും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു -1 ഇസ് -1 പ്ലസ് 0 പ്ലസ് 6, അതാണ് -1 പ്ലസ് 0 പ്ലസ് 6, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 5. ഇനി ഈ റോയും ഈ കോളവും കൂടെ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു -1 ഇസ് -2 ആൻഡ് 3 ഇൻറ്റു 3 ഇസ് 9. അപ്പോൾ 1 - 2 പ്ലസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും.
Then this row into this column. അപ്പോൾ 1 into 0 0 plus 2 into 1 is 2 plus 3 into 4 is 12. 0 plus 2 plus 12 which is equal to what? 14. ഇനി ആ കോളം 3 കഴിഞ്ഞു. ഇനി നമ്മൾ ഈ റോയിലോട്ട് പോകും. ഈ റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ വരിക? 0 into -1 is 0 plus 1 into 0 is 0 plus 0 into 2 is 0 അല്ലേ? നമുക്ക് 0 plus 0 plus 0 എന്ന് കിട്ടും which is equal to what? 0 itself. ഇനി 0 into 1 0 plus 1 into -1 is -1 plus 0, okay, which is equal to what? -1. Then ഈ റോയും ഈ ലാസ്റ്റ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0 into 0 0 plus 1 into 1 1 plus 0 into 4 0. അപ്പോൾ 0 plus 1 plus 0 is what? 1. ഇനി ആ 3 കോളവും കഴിഞ്ഞു. ഇനി നമ്മൾ ആ തേർഡ് റോയിലോട്ട് പോകും. അപ്പോൾ എന്ത് വരും? 1 into -1 is -1 1 into 0 is 0 plus 0 into 2 is again 0 which is equal to what? -1. ഇനി ഈ റോയും ഈ കോളവും കൂടെ ചെയ്യും. അപ്പോൾ എന്താ വരിക? 1 into 1 is 1 1 into -1 is -1 and 0 into 3 is 0. സോ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ലാസ്റ്റ് റോയും ലാസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 into 0 0 1 into 1 is 1 0 into 4 is again 0 എന്ന് വരും. അപ്പോൾ 0 plus 1 plus 0 which is equal to what? 1. അപ്പോൾ നമുക്ക് LHS ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ RHS ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു അടുത്ത കോളം ചെയ്യുമ്പം അടുത്ത എലമെൻറ്റ് കിട്ടും. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യുമ്പം A13 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. നിങ്ങൾ നോക്കുക, ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ രണ്ട് മെട്രിക്സും എന്തല്ല, ഈക്വൽ അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് LHS is not equal to RHS. അതായത് വീണ്ടും നമുക്ക് എന്താ കിട്ടിയത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് കിട്ടി. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഇക്വേഷൻ. അവർ A എന്ന് പറയുന്ന മെട്രിക്സ് ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A² - 5A + 6A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എയുടെ ഓർഡർ എന്താണ്? 3/3 ആണ് എയുടെ ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ 5A എന്നെടുത്താലും അതിൻ്റെ ഓർഡർ എന്ത് തന്നെ വരുള്ളൂ? 3/3. ബിക്കോസ് 5A എന്ന് പറഞ്ഞാൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും ആ ഓർഡറിന് വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്ക് 6i കണ്ടുപിടിക്കണം. ഇവിടെ i നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. I2 ഉണ്ട്, I3 ഉണ്ട്, I1 ഉണ്ട്. ഇതിലേത് നമ്മൾ ചൂസ് ചെയ്യും? എങ്ങനെ അത് മനസ്സിലാവും? അതായത് ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ A² എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അതേ ഓർഡർ തന്നെ ആയിരിക്കണം അടുത്ത ആൾക്കും, അതേ ഓർഡർ തന്നെ ആയിരിക്കണം ഇവിടുത്തെ ആൾക്കും, അല്ലേ? അതായത് A²ൻ്റെ ഓർഡർ എന്ത് തന്നെ വരുള്ളൂ? ഇത് 3/3, എയുടെ ഓർഡർ 3/3 ആണ്. അപ്പോൾ 3/3 3/3 ഈ രണ്ടും അല്ലേ 3/3 എന്ന് തന്നെ നമ്മുടെ A² വരും. അപ്പോൾ ഇത് കൂട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഈ A²ൻ്റെയും 5Aയുടെയും അതുപോലെ തന്നെ 6Aയുടെയും ഓർഡർ 3/3 വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വി നീഡ് ടു ചൂസ് വിച്ച് ഐഡൻറ്റിറ്റി മെട്രിക്സ്? I3 നമ്മൾ ചൂസ് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. A² എന്താണ്? A² A ഇൻറ്റു A ആണ് A² വരുന്നത്. അപ്പം നമുക്ക് ആ 2 Aയും കൂടെ ഒന്ന് എഴുതി നോക്കാം. 2 0 1 2 1 3 1 -1 0 ഇൻറ്റു അതേ മെട്രിക്സ് 2 0 1 2 1 3 1 -1 0. ഓക്കെ, സി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ 2 into 2 + 0 into 2 + 1 into 1. അപ്പോൾ നമുക്ക് എന്താ വരിക? 2 into 2 4 ആണ്, + 0 into 2 0 ആണ്, 1 into 1 is 1. ഓക്കെ, ഇനി നമ്മൾ
ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്നത് 2 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 1 ഇസ് എഗെയിൻ 0 പ്ലസ് 1 ഇൻറ്റു -1 ഇസ് -1. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് റോയും തേർഡ് കോളം കൂടെ ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു 1 ഇസ് 2 പ്ലസ് 0 ഇൻറ്റു 3 ഇസ് 0 പ്ലസ് 1 ഇൻറ്റു 0 ഇസ് അഗെയിൻ 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പ്ലസ് 0 പ്ലസ് 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഓരോ എലമെൻറ്റ്സും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഞാൻ എഴുതാം. 5 -1 2 9 -2 5 0 -1 -2 എന്നാണ് നമുക്ക് മെട്രിക്സ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2 4 4 പ്ലസ് 2 പ്ലസ് 3 4 പ്ലസ് 2 പ്ലസ് 3 6 6 പ്ലസ് 3 ഇസ് 9. ഓക്കെ, 6 പ്ലസ് 3 ഇസ് 9. അങ്ങനെ ഓരോ എലമെൻറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5a കണ്ടുപിടിക്കണം ആൻഡ് 6iയും കണ്ടുപിടിക്കണം. എന്താണ് 5a? 5 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് എ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? 2 0 1 2 1 3 1 -1 0 ഇതായിരുന്നു എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തേ. 5 ഇൻറ്റു 2 ഇസ് 10. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻസിനെയും സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ 5 ഇൻറ്റു 0 0 5 ഇൻറ്റു 1 ഇസ് അഗെയിൻ 5 ദെൻ 10 5 15 5 -5 0 ഇങ്ങനെയായിരിക്കും നമുക്ക് 5a കിട്ടുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട എന്താണ്? ഒരു 6i വേണം. എന്താണ് 6i? അത് ഞാൻ ഇവിടെ എഴുതാം. 6i ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ എടുക്കുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 ഓർഡറുള്ള, അതായത് 3x3 ഓർഡറുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ നമുക്ക് 6 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ത് വരും? 6 0 0 0 6 0 0 0 6 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ ഈ ഇക്വേഷൻ അല്ലേ. ആ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്ക്വയർ -5a പ്ലസ് 6i. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സ്ക്വയർ നമുക്ക് എന്താ കിട്ടിയത്? ഇതാണ് എ സ്ക്വയർ. 5 -1 2 9 -2 5 0 -1 -2 ഇത് പ്ലസ് 5a എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയേ? ഇതാണ് കിട്ടിയത്. അപ്പോൾ 10 0 5 10 5 15 5 -5 0. ദിസ് 5 -5a ആയിരുന്നു. സോ ഇത് പ്ലസ് അല്ല മൈനസ് ആണ്. മൈനസ് പ്ലസ് 6i എന്ന് പറഞ്ഞാൽ 6 0 0 0 6 0 0 0 6 എന്നാണ് വരുന്നത്. സോ ഇത് ആഡ് ചെയ്ത് നോക്കിക്കേ. 5 -10 ഇസ് -5 പ്ലസ് 6 -5 പ്ലസ് 6 ഇസ് 1. ദെൻ -1 -0 is -1 plus 0. It is also -1. Then 2 -5 plus 0. 2 -5 is -3. 9 -10 plus 0 which is equal to -1. Then -2 plus 5 plus 6. എത്രയാണ് വരുന്നത്? -1. ഇനി 5 -15 is -10 plus 0, that is -1, and 0 plus 0 -5 is -5 plus 0 is again -5, -1 -5, that is -1 plus
5. Minus 1 plus 5 is 4. And the last term, minus 2 minus 0 is minus 2. Then plus 6, 4 വരും. അപ്പോൾ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന a² minus 5a plus 6i എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മളിപ്പോൾ ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 16. അത് ഇതുപോലെ തന്നെ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. വി നീഡ് ടു പ്രൂവ് ദാറ്റ് a³ minus 6a² plus 7a plus 2i is equal to 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ തന്നിരിക്കുന്ന മെട്രിക്സ് 1 മെട്രിക്സ് ഇസ് 1 0 2 0 2 1. മെട്രിക്സിനൊരു താഴെ ഒരു റോയും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് 0 2 0 3. ഓക്കെ, മെട്രിക്സ് ഇങ്ങനെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a³ minus 6a² plus 7a plus 2i is equal to 0 എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് a² എന്ന് പറഞ്ഞാൽ a ഇൻറ്റു a ആണ്. a എന്ന് പറയുന്ന മെട്രിക്സ് ഇത് ഇൻറ്റു അതേ മെട്രിക്സ്. നമുക്ക് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു 1 1 പ്ലസ് 0 ഇൻറ്റു 0 0 പ്ലസ് 2 ഇൻറ്റു 2 4 1 പ്ലസ് 0 plus 4 is 5. അതുപോലെ 1 into 0 plus 0 into 2 plus 2 into 0, that is 0. 1 into 2 2 plus 0 into 1 is 0 plus 2 into 3 is 6. അപ്പോൾ 2 plus 0 plus 6 8 വരും. ഇനി അടുത്ത റോ 0 into 1 0 2 into 0 0 again, then 1 into 2. അപ്പോൾ ആൻസർ എത്ര വരും? 2 വരും. അതുപോലെ ഈ റോയും ഈ കോളം കൂടെ അടുത്ത് ചെയ്യുന്നു. 0 into 0 0 2 into 2 4 plus 1 into 0 0. അപ്പോൾ 4 ആൻസർ വരും. ദെൻ 0 into 2 plus 2 into 1 2 വരും. 1 into 3, അപ്പോൾ 2 plus 3 2 plus 3 is 5. ഇനി അടുത്ത ലാസ്റ്റ് റോ ചെയ്യുമ്പം 2 into 1 is 2 plus 0 plus 3 into 2 6. അപ്പോൾ 2 plus 6 which is equal to 8. 2 into 0 0 0 into 2 0 again, 3 into 0 0. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ 2 into 2 4 ആണ്. അടുത്ത 0. ദെൻ 3 into 3 9. അപ്പോൾ 9 plus 4 which is equal to 13 എന്ന് കിട്ടും. നമുക്കിവിടെ 6a² വേണം. അതിനുവേണ്ടി 6 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടിയ a² മൾട്ടിപ്ലൈ ചെയ്യുന്നു 6 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ മെട്രിക്സ്. എന്ത് ചെയ്യണം? ഓരോ എലമെൻറ്റിനെയും 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 5 is 30, 6 into 0 0, then 6 into 8 48, 6 into 2 12, 6 into 4 24, 6 into 5 30. അങ്ങനെ ഓരോ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 7aയും 2iയും വേണം. അതിന് മുമ്പായിട്ട് നമുക്ക് a³ കണ്ടുപിടിക്കണം. a³ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി a² കണ്ടുപിടിച്ച് വെച്ചു. ഈ a²നെ a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് a³ കിട്ടണേ. ഇതാണ് നമുക്ക് കിട്ടിയ a² ഇൻറ്റു നമ്മുടെ മെയിൻ മെട്രിക്സ് a. ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 21. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ 0 കിട്ടും. അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് a³ എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി 7a എന്ത് വരുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് ഇതല്ലേ, ഇതിലെ ഓരോ എലമെൻറ്റിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്ത് വരും? 7 വരും, 0 വരും, 14 വരും. 7 0 14 നമുക്ക് നോക്കാം. 7 0 14. ഇനി അടുത്തത് ഇവിടെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് കോളം നോക്കിക്കേ. 0 14 7 വരും. 0 14 7. ഇനി അടുത്തത് ഈ റോയെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ, അതായത് 14 0 21.
14, 0, 21. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് എ ക്യൂബ് ആൻഡ് ദിസ് ഇസ് 6a സ്ക്വയർ. 6a സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 6a സ്ക്വയർ. ദെൻ ദിസ് ഇസ് 7a നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ആൻഡ് 2i എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇപ്പോൾ എയുടെ ഓർഡർ 3/3 ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് I3 ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ നോർമലി I3 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 0, 0. 1 ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. സോ അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ മൈനസാണ് വരുന്നത്. സോ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 21 minus 30 is -9. പിന്നെ ഇവിടെ ഒരു 7 + 2 ഉണ്ട്, 9 വരും. അപ്പോൾ -9 + 9 which is equal to what? 0. അതേപോലെ അടുത്ത എലമെൻറ്റ് 0, 0, 0, 0 കൂട്ടുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ 34 - 48. 34 - 48 + 14 + 0 which is equal to 0 എന്ന് തന്നെ വരും അല്ലേ? നെക്സ്റ്റ് എലമെൻറ്റ് 12 - 12 0 + 0. അപ്പോൾ എന്താ വരിക? 0. ദെൻ 8 - 24 + 14 + 2 ദാറ്റ് ഇസ് അഗെയിൻ 0. ഇതെല്ലാം 0 ആണെന്ന് തോന്നുന്നു. 23 - 30 + 7 + 0. Yes, which is also 0. Then 34 - 48 + 14 + 0. അതും നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി രണ്ട് എലമെൻറ്റ്സ് കൂടെ ഉണ്ട്. 0 + 0 + 0 + 0 which is also 0. Then 55 - 78 + 21 + 2 which is also equal to 0. അപ്പം നമുക്ക് 0 എന്ന് പറഞ്ഞാൽ മെട്രിക്സ് കിട്ടി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനായിരുന്നു എന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ. യെസ്, നമുക്ക് പ്രൂവ് ചെയ്യാനായിരുന്നു. a³ - 6a² + 7a + 2i = നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. നമ്മൾ ഓരോ വാല്യൂസും കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഒരു 0 മെട്രിക്സ് കിട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. നേരത്തെ പോലെ തന്നെ ഒരു മെട്രിക്സ് A തന്നിട്ടുണ്ട് ആൻഡ് അവിടുത്തെ ഐഡൻറ്റിറ്റി മെട്രിക്സ് I തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് K സോ ദാറ്റ് എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് അവിടെ? a² = KA - 2i എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് a². വാട്ട് ഈസ് a²? a × a. തന്നിരിക്കുന്ന a എന്താണ്? 3 - 2 4 - 2 ഇൻറ്റു 3 - 2 4 - 2. This row into this column. 3 × 3 is 9 plus 2 × 4 is -8. 9 - 8. Then ഈ റോയും ഈ കോളം കൂടെ ചെയ്യുന്നു. 3 × -2 is -6. -2 × -2 is 4 + 4. Then again അത് കഴിഞ്ഞു. ഇനി ഈ റോയും ഫസ്റ്റ് കോളം കൂടെ ചെയ്യുന്നു. 4 × 3 12. Then -2 × 4 is -8. -8. Then 4 × -2 is -8. -2 × -2 is +4. അപ്പോൾ നമുക്ക് A എന്ത് കിട്ടി? 9 - 8 1 ആണ്. -6 + 4 -2. 12 - 8 4 വരും. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് -4. 1 -2 4 -4 എന്ന് a² വാല്യൂ വരും. ഓക്കെ, ഇനി നമുക്ക് KA എന്താണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് KA?
കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്കെയിലാർ. കെ ഇൻറ്റു മെട്രിക്സ് എ 3 - 2 4 - 2 എന്ന് പറയുന്ന മെട്രിക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു k into 3 is 3k. Then k into -2 is -2k. k into 4 is 4k. And k into -2 is -2k എന്ന് കിട്ടി. This is ka. ഇനി 2i എന്താണ്? 2i നമുക്കറിയാം. 2 ഇൻറ്റു നമുക്കിവിടെ ഓർഡർ വരുന്നത് 2 ആണ്. This is 2 into matrix I, that is 2 0 0 2 എന്ന് വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എ മൈനസ് 2i. ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് വാല്യൂ വരുന്നത് എ സ്ക്വയറിൻ്റെ വാല്യൂ 1 - 2 4 - 4 ഈക്വൽ ടു കെ എ എന്ന് പറഞ്ഞാൽ 3k - 2k 4k - 2k. ഇതാണ് കെ എ. മൈനസ് 2i എന്ന് പറഞ്ഞാൽ 2002. ഓക്കെ. സോ നമുക്ക് ഇവിടെ ആർ എച്ച് എസ് പാർട്ടിൽ 2 മെട്രിസസ് മൈനസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്തെഴുതാം. അപ്പോൾ എൽ എച്ച് എസ് 1 - 2 4 - 4 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് പാർട്ട് എന്താ തന്നിരിക്കുന്നത്? 3k - 2 3k - 2. Then -2k - 0 is -2k itself. Then 4k - 0 is again 4k. 2k - 2 എന്നാവും അടുത്ത എലമെൻറ്റ്. അപ്പോൾ ഇവിടെ 4k വരും, ഇവിടെ -2k - 2 എന്ന് വരും. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ 2 മെട്രിസസ് ഈക്വൽ ആണെന്ന് കിട്ടി. 2 മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ വി നോ ദാറ്റ് ദെയർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഇക്വേറ്റ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. 1 ഇസ് ഈക്വൽ ടു 3k - 2 എന്ന് എഴുതാം. -2 ഇസ് ഈക്വൽ ടു -2k എന്ന് എഴുതാം. 4 ഈക്വൽ ടു 4k എന്ന് എഴുതാം. -4 ഇസ് ഈക്വൽ ടു -2k - 2 എന്ന് എഴുതാം. അപ്പോൾ 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. സോ 1 ഇസ് ഈക്വൽ ടു 3k - 2, -2 ഇസ് ഈക്വൽ ടു -2k, 4 is equal to 4k, then -4 is equal to -2k - 2. ഇതിൽ നിന്ന് ഏത് ഇക്വേഷൻ സോൾവ് ചെയ്താലും കെയ്ക്ക് ഒരു വാല്യൂ തന്നെ കിട്ടുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. സോ ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണ്. സെക്കൻഡ് ഇക്വേഷനിൽ -2 is equal to -2k ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് k? -2 by -2 which is equal to what? 1. ഇനി വേറെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ. 4 is equal to -4k ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? കെ ഈസ് ഈക്വൽ ടു 4/4. അതും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇനി ഇതെടുത്തോളൂ. അവിടെ നമുക്ക് എന്ത് കിട്ടും? 3k ഈസ് ഈക്വൽ ടു 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 അല്ലേ? 3k ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്ക് കെയുടെ വാല്യൂ 1 കിട്ടും. ഇങ്ങനെ ഏത് എടുത്താലും വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് കെ ആസ് 1. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 17. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.